ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈദിന് വേണ്ടിയിട്ടുള്ള 2 ഡെസേർട്ട്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചോക്ലേറ്റ് ബ്രൗണി വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അലി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സിന് നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാഷ്യൂം, കിസ്മിസും, ബദാമും, അതുപോലെ തന്നെ പിസ്താഷ്യൂസും, പിന്നെ കുറച്ച് റൈസിൻസും ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അലി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ബ്രെഡ് പീസസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പപ്സ് കിട്ടുകയാണെങ്കിൽ, പ്ലെയിൻ പപ്സ്, മസാലകളോ അല്ലെങ്കിൽ ഫില്ലിങ്സോ ഒന്നും ഇല്ലാത്ത പപ്സ് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഇതുപോലെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ വൈറ്റ് റൈസിൻസിന് പകരം ആ ഒരു ബ്ലാക്ക് കളർ റേസിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണാനൊക്കെ ഭംഗിയായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാലെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ബ്രെഡിൻ്റെ മിക്സ് റെഡിയാക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇത് മുങ്ങി നിൽക്കുന്ന തരത്തിൽ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതാ ഈ ഒരു രീതിയിൽ ബ്രെഡൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിലാണ് പാലിൻ്റെ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇതിന് മുകളിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് താഴ്ത്തി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു അലി ബേക്ക് ചെയ്യുന്ന സമയത്ത് നട്ട്സൊക്കെ ഒന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴ്ത്തി കൊടുക്കണം കേട്ടോ. ഞാനിത് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മളുടെ അലി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടത്. പിന്നെ മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിത് കൊണ്ടുവെക്കട്ടെ. നമ്മളുടെ മൈക്രോവേവിലൊന്നും വോൾട്ടേജ് ശരിയാവണില്ല. അപ്പോൾ ഞാൻ ഇത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഈ ഒരു രീതിയിലും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അലി ഇതിലും വെച്ചിട്ടുണ്ട്, ഒന്ന് മറ്റേ ഓവനിലും OTGയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു പാന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളുടെ അലിൻ്റെ ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ചത് കേട്ടോ. അപ്പം ഓവനില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ബ്രൗണി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഏകദേശം ഒരു 100 ഗ്രാം ചോക്ലേറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഗ്ലാസ് ബൗളിലേക്ക്. ഇനി ഒരു 100 ഗ്രാമോളം ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുക്കണം.
ഇനി ഒരു ബൗളിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ചോക്ലേറ്റും ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോഴേക്കും ഇതാ ഓവനിൽ വെച്ചിട്ടുള്ള നമ്മളുടെ അലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവനിലുള്ള റെഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുള്ള അലിയും ഈ ഒരു ഓവനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ മുകളിൽ ബ്രൗൺ കളറും അടിയിൽ കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ ഇതിനെടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ പാനിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ ഓവനിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബീറ്റ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റിൻ്റെ മിക്സ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തെടുത്ത് ഞാൻ ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ടർ പേപ്പറും വെച്ചതിന് ശേഷം നമ്മളുടെ കേക്ക് മിക്സ്, ബ്രൗണി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓവനിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാനൊരു 30 മിനിറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നോക്കിയതിന് ശേഷം ഉള്ളിൽ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടെ വെക്കുക. ഇപ്പോൾ ഇത് 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ട്രേയിലേക്ക് കണക്കാക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടുള്ള പീസസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ട്രേ ഫുള്ളാക്കിയിട്ട് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം തണുത്തതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ബ്രൗണി തണുത്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വിപ്പിംഗ് ക്രീം ഞാൻ ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് തന്നെ വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് വേറൊരു ആവശ്യത്തിനും കൂടി വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ഒരു 100 ഗ്രാം 200 ഗ്രാം അത്രയും വിപ്പിംഗ് ക്രീം മതിയാവും. എന്നിട്ട് ഈ ഒരു ബ്രൗണിൻ്റെ മുകളിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ട് അതിന് മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചോക്ലേറ്റ് സോസ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തിളച്ച പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റായിട്ട് വരും.
ഇനി ഇത് വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഒരു സ്ക്യൂർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിന് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടയാക്കി കൊടുക്കേണ്ടിയിരുന്നു കേട്ടോ. ഞാനത് മറന്നുപോയി. ഇത് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചോക്ലേറ്റ് സോസ് ഒഴിച്ചതിന് ശേഷം മുകളിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഒരു ചോക്ലേറ്റ് സോസും കൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ക്യൂർ വെച്ചിട്ട് കുത്തി കൊടുത്തത് കേട്ടോ. അതിനുശേഷം പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഈദിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള 2 ഡെസേർട്ട്സ്. അപ്പം നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈദ് വ്ളോഗായിട്ട് കാണാം. പിന്നെ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. അതുപോലെ തന്നെ ഉമ്മാലിയും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഈദിൻ്റെ അന്ന് എടുക്കുന്ന സമയത്ത് ഉമ്മാലി ഒന്ന് ചൂടാക്കും. അത് ചൂടോടെ കഴിക്കുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ അത് ചൂടാക്കിയിട്ടെടുക്കും. നമുക്കിനി ഈദ് വ്ളോഗിൽ ഇതെല്ലാം എങ്ങനെ സെർവ് ചെയ്തു എന്നൊക്കെ കാണിക്കാം. അപ്പോൾ ഇനി അഡ്വാൻസ് ഈദ് മുബാറക് ടു ഓൾ. ബൈ.